ചാലക്കുടി പുഴയിലെ മഴവെള്ളപ്പൊക്കവും പ്രളയവും ഇല്ലാതാക്കാൻ ചാലക്കുടി പുഴയിൽ പരിയാരം മുതൽ എറണാകുളം ജില്ലയിലെ കണക്കൻകടവ് വരെയുള്ള പ്രദേശത്തെ പുഴയിൽ അടിഞ്ഞുകൂടിയ മണലും എക്കൽ മണ്ണും നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഴിഞ്ഞ 25 വർഷമായി പുഴയിൽ അടിഞ്ഞുകൂടിയ മണലും ചെളിയും നീക്കം ചെയ്തിട്ടില്ല. ഈ കാര്യം ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ നടത്തിയ കരുതലും കൈത്താങ്ങുമെന്ന അദാലത്തിൽ നൽകിയ പരാതി കളക്ടറുടെ റിപ്പോർട്ടിൽ ഒതുങ്ങിയതായി ആക്ഷേപമുണ്ട്. ഒരു വർഷം മുമ്പ് ഇദ്ദേഹം പറഞ്ഞ വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. നമസ്കാരം. ഈ ചാലക്കുടി പുഴയോരത്തോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലോ താമസിക്കുന്നവർക്കെല്ലാം ഈ മഴ കാണുമ്പോൾ വല്ലാത്ത ഭയമാണ്. കാരണം വലിയൊരു പ്രളയത്തെ നേരിട്ടവരാണ് ചാലക്കുടി പുഴയോരത്തുള്ളവർ. ഇവിടെ പറയാനുള്ള കാരണം, കഴിഞ്ഞ 25 വർഷത്തോളമായിട്ട് ചാലക്കുടി പുഴയിലെ, അതായത് ചാലക്കുടി പുഴ ആരംഭിക്കുന്ന അതിരപ്പള്ളി മുതൽ കണക്കങ്കട വരെയുള്ള ഭാഗങ്ങളിൽ ഇതുവരെയും മണൽ ഖനനം നടത്തിയിട്ടില്ല. ഈ പുഴയിൽ ധാരാളം മണലും ചെളിയും എക്കലും എല്ലാം അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ 3 മീറ്ററോളം ഉയരത്തിൽ തന്നെ മണലും മണ്ണും അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടയപ്പെടുന്നു. പുഴയിൽ ഉൾക്കൊള്ളാവുന്ന വെള്ളത്തിന്റെ അളവും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അടുപ്പിച്ച് 3-4 മഴകൾ പെയ്താൽ ഈ പുഴ നിറഞ്ഞ് കവിയുകയും സമീപഭാഗത്തെ ജനങ്ങൾക്ക് ദുരിതം വിതയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ചാലക്കുടി പുഴയിലെ മണൽ ഖനനം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി മന്ത്രിമാരുടെ നേതൃത്വം നടത്തിയ ഒരു അദാലത്തുണ്ടായിരുന്നു. കരുതലും കൈത്താങ്ങും എന്ന അദാലത്തിൽ നൽകിയിരുന്നു. ആ പരാതി ഈ അടുത്ത ദിവസം കളക്ടർ അതിനെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചിട്ടുണ്ട്. എന്തു തന്നെയായാലും ചാലക്കുടി പുഴയിലെ മണൽ ഖനനം അടിയന്തരമായി നടത്തണം. ഇന്നുള്ള ഒരു പ്രായോഗികമായ ഒരു പ്രശ്നം എന്താ വെച്ചാല്, ഇത് ഖനനം നടത്താൻ ഇറങ്ങുമ്പോൾ ഈ ക്രഷർ മാഫിയകൾ അതിലിടപെടുന്നു. കാരണം ഈ പുഴയിലെ ഖനനം നടത്തി മണലെടുത്തു കഴിഞ്ഞാൽ ഇനി വരുന്ന 20 വർഷത്തോളം നമ്മുടെ നിർമ്മാണ മേഖലയിലോട്ട് എംസാൻഡ് ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ പാറ പൊട്ടിക്കലോ മലയിടിക്കലോ ഒന്നും ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ക്രഷർ മാഫിയകൾ വളരെ ശക്തമായി ഇതിൽ ഇടപെടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മണൽ ഖനനം നടത്തുന്നതിനെ തടസ്സപ്പെടുത്തുവാനും വ്യത്യസ്ത രീതിയിൽ അവർ നിലപാടുകൾ സ്വീകരിക്കുന്നതായി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ ഇതിന് ശക്തമായ നടപടി ഉണ്ടാവണം. ചാലക്കുടി പുഴയിലെ മണൽ ഖനനം വളരെ അടിയന്തരമായി നടത്തണം. ഇനിയും ഒരു പ്രളയത്തെ താങ്ങുവാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് ആവില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ ഒരു മണൽ ഖനനത്തിനുള്ള നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകണം. 1.5 നൂറ്റാണ്ടായി ചുമയ്ക്കും ജലദോഷത്തിനും കഫക്കെട്ടിനും ആശ്വാസം നൽകുന്ന ഔഷധക്കൂട്ട് ആയുഷ് സർട്ടിഫിക്കേഷൻ മികവുമായി KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ഏലാതി ലേഹ്യം.